എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേർണിയുടെ തുടക്കകാലങ്ങളിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയിട്ടുള്ളത്, അത് എങ്ങനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുകയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടും സാധിക്കും. ഞാൻ പ്യുവർലി ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്ത് വളരെ ലോങ് ടേമിലേക്ക് കീപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വരുത്തിയ മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്ത് നല്ലൊരു ഇൻവെസ്റ്റർ ആകാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ ഗൈസ്, വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കേൾക്കുന്നത്. എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു സാറാണ് ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതിൻ്റെ ഗ്രോത്തിനെയൊക്കെ പറ്റിയിട്ട് ഒരു ക്ലാസ്സിലിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ വളരെ ഫാസിനേറ്റഡ് ആയിട്ട് ഞാൻ അതെല്ലാം ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നു. ഏകദേശം 1-2 ദിവസത്തിനകം തന്നെ ഞാൻ സാറിനോട് ചോദിച്ചൊരു ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഷെയർഖാൻ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. ആ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ആവേശമായിരിക്കും. സ്റ്റോക്കുകൾ വാങ്ങണം, പെട്ടെന്ന് വളർത്തണം, എവിടെ നിന്നെങ്കിലും കുറേ കാശ് കൊണ്ടുവരണം, ഈ ഒരു ഗ്രോത്ത് നമുക്ക് അറ്റൈൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തേക്ക് കടന്നു വരുന്നത്. പക്ഷേ എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തൊട്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് മിസ്റ്റേക്കുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും കളർഫുൾ ആയിരിക്കത്തില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ ലെസൺസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് വാല്യൂസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ലെങ്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് നമ്മൾ ചുരുക്കപ്പേര് വിളിക്കുന്ന ഫോമോ എഫക്റ്റ്. സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു 5,000 രൂപീസിനടുത്ത് എന്തുമാണ് ഞാൻ ഡിമാറ്റിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. 5,000 രൂപേൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഏത് സ്റ്റോക്ക് വാങ്ങണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ക്ലാസ്സിലെ സാറ് കഴിഞ്ഞ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടായിരുന്ന പുള്ളി പറഞ്ഞു, BSEയിൽ പറക്കാൻ പോവുകയാണ്, അടുത്ത കുറച്ച് ദിവസത്തിനകം അത് നല്ല റേഞ്ചിലോട്ടൊക്കെ പറക്കും എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചു. ഏകദേശം 102 രൂപ സംതിങ് എന്തോ ആയിരുന്നു അന്ന് BSEലിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് സ്റ്റോക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് ഞാനും BSEലിൻ്റെ സ്റ്റോക്സ് വാങ്ങുമായിരുന്നു. 2,000 രൂപയ്ക്ക് അന്ന് സ്റ്റോക്സ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ എന്ന് വാങ്ങിച്ചു അന്ന് തൊട്ട് മാർക്കറ്റ് താഴത്തോട്ടായിരുന്നു. സ്റ്റോക്ക് പൊങ്ങുവരാനായിട്ട് ഒരുപാട് കാലങ്ങളെടുത്തു. ഈ ഒരു ചെറിയ കഥ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഫോമോ എഫക്റ്റിൻ്റേതാണ്. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നു, അത് മിസ് ഔട്ട് ആകുമോ എന്ന് പേടിച്ച് നമ്മൾ ട്രേഡ്സ് എടുക്കുന്നു. ഇതാണ് ഫോമോ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഫക്റ്റിൽ നിന്ന് നിങ്ങൾ എപ്പോഴും വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ ഭാഗമാക്കാനേ പാടില്ല. ഇത് നിങ്ങളുടെ ഇമോഷണൽ ഡിസിഷൻസിൻ്റെ ഭാഗമാക്കാനേ പാടില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കേണ്ടത്? ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. ഞാൻ ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിക്കണമായിരുന്നു. നമ്മളുടെ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BHLൻ്റെ ആ ഒരു കഥയൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളൊക്കെ മുമ്പിലോട്ട് പോയി. ക്യാപിറ്റലൊക്കെ കുറച്ച് വലുതായി. കുറച്ച് സ്റ്റോക്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് ആക്സിസ് ബാങ്കിൻ്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആക്സിസ് ബാങ്കിൽ നല്ലൊരു റാലി നടക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടെന്ന് ഞാൻ എൻ്റെ ബാക്കിയുള്ള ആ സാഹചര്യത്തിൽ അനാലിസിസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്റ്റോക്കുകളും ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നു. അതുകൂടാതെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ എമൗണ്ട് കടമായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റോക്കിൽ കൊണ്ടുവന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം കൂടെ നടത്തുന്നു. ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് 1 മാസം അതിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം, നല്ല ലാഭത്തിൽ ഈ സ്റ്റോക്ക് എനിക്ക് സെൽ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ പോസിബിലിറ്റി, മാർക്കറ്റ് കണ്ടീഷൻസും എല്ലാം ഓക്കെ ആയിരുന്നു. അതായിരുന്നു നമ്മളുടെ ഒരു അനാലിസിസ്. പക്ഷേ നേരെ വിപരീതമായിട്ട് ബാക്കി എല്ലാ സ്റ്റോക്കുകളും മേളിലോട്ട് റാലി തരികയും ആക്സിസ് ബാങ്ക് മാത്രം താഴത്തോട്ട് പോവുകയും ചെയ്തു. അതെന്നെ റിയലി എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കാര്യം എൻ്റെ അനാലിസിസ് പ്രകാരം മേളിലോട്ട് പോകണമെന്ന് ഞാൻ ഉറപ്പിച്ച് അത്രയും സ്റ്റഡീസ് നടത്തിയിട്ട് എടുത്തൊരു സ്റ്റോക്കായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? കംപ്ലീറ്റ്ലി താഴത്തോട്ട് വന്നു. ചേട്ടൻ ആ കാശ് തിരിച്ചു വേണ്ട ആവശ്യമൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ആ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി ലോസിൽ ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വന്നു.
ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പോർട്ട്ഫോളിയോയിലുണ്ടായിരുന്ന എല്ലാ സ്റ്റോക്കുകളും മേളിലോട്ട് കയറി പോവുകയും ചെയ്തു. ഇത് ഞാൻ പഠിച്ചൊരു വലിയ പാഠമായിരുന്നു. എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് എമൗണ്ട് ഞാനൊരു ഒറ്റ സ്റ്റോക്കിലേക്കാണ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു ഡൈവേഴ്സിഫിക്കേഷനും ഇല്ല, ഒന്നുമില്ല. റിസ്ക് അപ്പറ്റൈറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഒരു ഒറ്റ സ്റ്റോക്കിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. എന്താ സംഭവിച്ചത്? ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റോക്ക് താഴത്തോട്ട് വരികയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി സ്റ്റോക്കുകളെല്ലാം മുകളിലോട്ട് പോവുകയും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരിക്കലും നമ്മളുടെ കംപ്ലീറ്റ് എമൗണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ വിശ്വസിച്ച് ഒരിക്കലും കൊണ്ടുപോയി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കുക. ഡൈവേഴ്സിഫിക്കേഷൻ അത് കിങ് ആണ്. എപ്പോഴും നമ്മളുടെ ഏത് പോർട്ട്ഫോളിയോ ആയാലും ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വീണ്ടും കുറച്ച് കാലങ്ങളൊക്കെ മുമ്പിലോട്ട് വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് സ്വിംഗ് ട്രേഡിങ്ങിലും കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി മാറി. സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നിന്ന് സ്റ്റോക്സ് വാങ്ങിച്ച് അപ്പിൽ സെല് ചെയ്യാനായിട്ട് നോക്കും. ഇത് എന്നെ ആ സാഹചര്യത്തിൽ ഞാൻ പഠിച്ച ബുക്കുകളായിക്കൊള്ളട്ടെ, യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഞാൻ കണ്ടു പഠിച്ചിരിക്കുന്നത് ബൈ അറ്റ് ദ ബോട്ടം, സെൽ അറ്റ് ദ ഹൈ എന്നാണ്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നുമാണ് എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നല്ല, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് പറയുന്നതായിരിക്കും സത്യം. താഴത്തുനിന്ന് വാങ്ങും. അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഈ അനാലിസിസ് പ്രകാരം താഴത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ള എല്ലാ സാഹചര്യം. പക്ഷേ വീണ്ടും വീഴുമോ എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് വാങ്ങണ്ട, പിറ്റേ ദിവസം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് വാങ്ങാമല്ലോ എന്ന് ഞാൻ കരുതി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷേ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് ഏകദേശം 7% ഹൈയിലാണ്. നിങ്ങൾ ആലോചിക്കണം, തലേ ദിവസം ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് 7% ഗെയിൻ കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി മിസ് ചെയ്യുകയാണ് ചെയ്തത്. മാർക്കറ്റ് 7% ഹൈയിൽ ഓപ്പൺ ചെയ്തെങ്കിൽ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് വീണ്ടും ആ സ്റ്റോക്ക് താഴത്തോട്ട് വരുമായിരുന്നു. പക്ഷേ സത്യം പറയട്ടെ, ഇന്നേ വരെ ഞാൻ അന്ന് കണ്ട ആ ലെവലിലേക്ക് ആ സ്റ്റോക്ക് വന്നിട്ടേ ഇല്ല. തിരിച്ച് പറന്ന് മുകളിലോട്ട് കയറി പോവുകയും ചെയ്തു. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? നമുക്കൊരിക്കലും മാർക്കറ്റിനെ കൃത്യമായിട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നല്ല ലെവൽസ് ആണെന്ന് തോന്നുന്നത് എടുത്തുനിന്ന് നിങ്ങൾക്ക് ബയ്യോ സെല്ലോ ഓർഡർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നിങ്ങളുടെ പൊസിഷൻസും കാര്യങ്ങളുമാണ് എപ്പോഴും നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കീപ്പ് ചെയ്യേണ്ടത്. ഇതേപോലത്തെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും സ്റ്റോക്സ് പിക്ക് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടാകും. എനിക്കിതേപോലെ ഒരു സ്റ്റോക്കല്ല കേട്ടോ, ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ഈ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഞാൻ മാർക്കറ്റിൻ്റെ ഏറ്റവും താഴത്താന്ന് കരുതി വീണ്ടും വാങ്ങും, വീണ്ടും സ്റ്റോക്കുകൾ താഴത്തോട്ട് വീണ്ടും വീഴും. ചിലപ്പോൾ ഏറ്റവും താഴത്തുനിന്ന് ആണ് വാങ്ങണമെന്ന് എനിക്ക് തോന്നിയാലും ചെറിയൊരു റീട്രേസ്മെൻറ്റ് കണ്ടിട്ട് വീണ്ടും മാർക്കറ്റ്. ഒരിക്കലും നമ്മൾ മാർക്കറ്റിനെ കൃത്യമായിട്ട് ടൈം ചെയ്യാനായിട്ട് ശ്രമിക്കുകയേ വേണ്ട. അത് ആരെയും കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ സ്വീകരിക്കാവുന്നതാണ്. കുറേശ്ശെ എമൗണ്ട് ഒരു സ്റ്റോക്കിലോട്ട് വീണ്ടും ലിക്വിഡേറ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മാർക്കറ്റിൻ്റെ എല്ലാ വോളറ്റൈൽ കണ്ടീഷൻസിലും നമുക്ക് ആ സ്റ്റോക്കിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അതിനെ ടൈം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പോകും. ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലേക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഏത് കണ്ടീഷനിലും നിങ്ങളുടെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിക്കൊണ്ടേയിരിക്കും ആ സ്റ്റോക്കിലോട്ട്. അത് നിങ്ങൾക്ക് ഒരു നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. എപ്പോഴും പ്രോഫിറ്റ് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നത്, ലോസസും തരും. ഈ ലോസസിനൊക്കെ എംബ്രേസ് ചെയ്ത് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഈ തെറ്റുകളെല്ലാം സംഭവിച്ചപ്പോഴും എനിക്ക് കിട്ടിയൊരു നല്ല പാഠമുണ്ട്. ഞാൻ ഇതിൽ നിന്നെല്ലാം കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിച്ചു. സോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് അലൈൻഡ് ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങളോട് ഒരുപാട് നോളജ് നിങ്ങൾക്കും പകർന്നു തരാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേർണീനെ മുമ്പിലോട്ട് കൊണ്ടുപോകാനും ഫിനാൻഷ്യലി ഒരു വെൽത്തി കൾച്ചർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുമാണ് ഞാൻ ഈ ചാനൽ ത്രൂ ശ്രമിക്കുന്നത്. സോ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.